ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ 17ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നൈറ്റി ഫ്രോക്കാണ്. അപ്പം സാധാരണ മോഡലിലുള്ള ഒരു നൈറ്റി ഫ്രോക്കാണ് ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യോക്ക് എടുത്തിട്ട് ചെയ്യുന്ന നൈറ്റി ഫ്രോക്കും ഉണ്ട്, സാധാ രീതിയിലുള്ള നൈറ്റി ഫ്രോക്കും ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ സാധാരണ ഫ്രില്ല് വെച്ച ഒരു നൈറ്റി ഫ്രോക്കാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാം. അപ്പം ഞാനാണെങ്കിൽ ഒരു നൈറ്റിയുടെ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട്. ഇത് വർദ്ധമാൻ്റെ ഒരു മെറ്റീരിയലാണ്. ഇത് 293 മീറ്റർ തുണിയുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്രില്ല് ഭാഗം എടുക്കാം. താഴെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് എടുക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 8 ഇഞ്ച് ലെങ്താണ് താഴെ ഫ്രില്ലിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പം ഇവിടെ നിന്ന് 8 എടുത്തു. അപ്പം ഇത്രയും കൊണ്ട് തികയത്തില്ല, 8 ഇഞ്ച് ലെങ്ത് അത് തികയത്തില്ല. അപ്പം മൊത്തത്തിൽ 16 വേണം, 2 പീസ് നമുക്ക് വേണം. 16 എടുത്ത് വരച്ചു. ഇനി നമുക്കിതിനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം 8 ഇഞ്ച് ലെങ്താണ് ഇത്. അപ്പം 8 ഇഞ്ച് എടുത്ത് വരച്ചു. അടുത്ത 8 ഇഞ്ച് നമ്മളെടുത്ത് വരച്ചു. ഇനി നമുക്ക് ഈ ഫ്രില്ലിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പം ഈ രണ്ട് പീസ് നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലുള്ള ഫ്രില്ലിൻ്റെ പീസാണ്. ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം. ഇതിലുള്ള ലെങ്ത് ഫുള്ള് ഞാൻ ഇടുവാണ്. നൈറ്റിയെക്കാളും കുറച്ച് ഇറക്കം കുറഞ്ഞാണ് നൈറ്റി ഫ്രോക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് മൊത്തം 40 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അത് ഫുള്ള് ഞാൻ എടുക്കുവാണ്. ഇനി ഇത് 4 പീസ് ഉണ്ട്. മടക്ക് വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് മടക്കി ഇടണം. എന്നിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഷോൾഡർ. 7 ഇഞ്ച് ഷോൾഡർ ഞാൻ എടുത്തു. വരച്ചിട്ട് 7 ഇഞ്ച് ഷോൾഡറ്. അതേ ഷോൾഡറിൻ്റെ ഇറക്കം തന്നെ നമ്മൾ ആം ഹോളിനും വരയ്ക്കും. 7 ഇഞ്ച് ആം ഹോളിനും ഞാൻ വരച്ചു. ഇനി ഞാനിവിടെ ചെസ്റ്റിൻ്റെ ഭാഗം വരുന്നത് 10 ഇഞ്ചാണ്. നമുക്ക് ആവശ്യം 10 ഇഞ്ച്. 40 ഇഞ്ച് വണ്ണമുള്ള ഒരു നൈറ്റി ഫ്രോക്കാണ് നമ്മളിവിടെ തയ്ക്കുന്നത്. അപ്പം 10 ഇഞ്ച് അടയാളം ചെയ്തു. ഇനി 10 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിട്ട് കൊടുക്കാവേ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനിട്ടു. അപ്പം 10 1 11. എന്നിട്ട് ഈ കൈക്കുഴി നമ്മളിതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി ഇവിടെ നിന്ന് താഴോട്ട് 14 വേണമെങ്കിലും അളക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് 7 ഇഞ്ച്, അതാണ് നമ്മുടെ ഷേപ്പ് വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് 7 ഇഞ്ച് അളക്കുമ്പം നമ്മുടെ ഹിപ്പ് വരും. 7 ഇഞ്ച് അടുത്ത് നമ്മൾ വരച്ചിട്ടു. താഴത്തെ ഷേപ്പ് അവിടെ നമ്മൾ വരച്ചിട്ടു. അപ്പം ചെസ്റ്റ് വണ്ണം നമ്മൾ ഇവിടെ എടുത്ത് വരച്ചിട്ടിട്ടുണ്ട്. ഇനി ഷേപ്പ് വണ്ണം ഒരു 9.5 ഇഞ്ച് നമുക്ക് എടുക്കാം. അപ്പം 9.5 ഇഞ്ച് ഷേപ്പ് വണ്ണം എടുത്തു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി ഹിപ്പ് വണ്ണം നമുക്ക് ഒരു 10.5 എടുക്കാം. അപ്പോൾ 10.5 എടുത്തു. 10.5-യുടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ഇത് നമ്മുടെ വണ്ണത്തിനനുസരിച്ചെടുക്കാം. ഞാനൊരു ഉദ്ദേശം വെച്ച ഒരു വണ്ണത്തിന് 40 ഇഞ്ച് വണ്ണത്തിലുള്ള ചെസ്റ്റ് വണ്ണത്തിൽ ഞാൻ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള വണ്ണത്തിൽ നിങ്ങൾക്ക് അളവെടുക്കാം. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തും കൂടെ ഇതുപോലെ വരച്ചു കൊടുക്കാം. താഴെ വരച്ചെടുത്തു. എന്നിട്ട് നമുക്ക് കഴുത്തിൻ്റെ കഴുത്തകലം
കഴുത്തകലം നമുക്കൊരു 3 ഇഞ്ച് കഴുത്തകലം കൊടുക്കാം. 3 ഇഞ്ച് വേണമെന്നുള്ളവർക്ക് 3 ഇഞ്ച് എടുക്കാം. 2.5 ഇഞ്ച് വൈഡ് വേണമെന്നുള്ളവർക്ക് 2.5 ഇഞ്ച് എടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ കഴുത്തകലം എടുക്കുന്നത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. കാര്യം ഒരു വി നെക്കാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 3 ഇഞ്ച് കഴുത്തകലം എടുത്തു. ഫ്രണ്ട് നെക്കിൻ്റെ അളവ് ഞാനൊരു 7 ഇഞ്ച് എടുത്തു. 7 ഇഞ്ച് ഇറക്കത്തിലെടുത്തു. അപ്പം ഞാനിത് ഫ്രണ്ട് വി നെക്കാണ് ചെയ്യുന്നത്. ഇനി നമുക്കതിനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായോ? ഒരു നൈറ്റി ഫ്രോക്കാണിത്. നൈറ്റി ഫ്രോക്കിൻ്റെ നമ്മൾ ഫ്രില്ലിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ബാക്കി ഫുൾ ലെങ്ത് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഷോൾഡർ 7 ഇഞ്ച് എടുത്തു. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴി 7 ഇഞ്ച് എടുത്തു. 7 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ കൈക്കുഴി യോജിപ്പിച്ച് കൊടുത്തു. ചെസ്റ്റ് വണ്ണം നമ്മൾ 40 ഇഞ്ച് എടുത്തു. അപ്പം 40 ഇഞ്ചിൻ്റെ വരുമ്പോഴത്തേന് 10 ഇഞ്ച് 10 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. നമ്മൾ ഷേപ്പ് അവിടെ നിന്ന് താഴോട്ട് 7 ഇഞ്ച് എടുത്ത് നമ്മൾ ഷേപ്പ് വരച്ചു. ആ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ 9.5 ഇഞ്ച് കൊടുത്തു. 9.5-യുടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് താഴോട്ട് നമ്മൾ 7 ഇഞ്ച് എടുത്തു. 7 ഇഞ്ച് എടുത്തപ്പോൾ ഹിപ്പ് വണ്ണമായി. ഹിപ്പ് വണ്ണത്തിൻ്റെ അവിടെ നമ്മൾ 10.5 ഇഞ്ച് കൊടുത്തു. 10.5-യുടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. താഴോട്ട് വരച്ച് യോജിപ്പിച്ചു. ഇവിടുത്തെ വണ്ണത്തിന് നിങ്ങൾക്ക് വ്യത്യാസം വരുത്തി തയ്ക്കാം. ഇവിടെയും വ്യത്യാസം വരുത്താം. ചെസ്റ്റ് വണ്ണത്തിനും വ്യത്യാസം വരുത്താം. അവരൊരളവെടുത്ത് അളവിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൊണ്ടിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന അളവിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടണം. 4 ഇഞ്ച് കൂട്ടിയതിന് ശേഷം പിന്നെ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ഇട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഫ്രില്ല് വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ചരിച്ച് വെട്ടി കൊടുക്കും. ഇതാ ഇവിടെ ഇങ്ങനെ ചരിച്ച് വെട്ടി കൊടുത്തു. എന്നിട്ട് ഇതിനെ നമുക്ക് 2 പീസായിട്ട് എടുത്തിട്ട് കഴുത്ത് നെക്ക് വെട്ടാം. ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ വരച്ചിട്ട ഫ്രണ്ട് നെക്ക് ആദ്യം വെട്ടാം. ഇതാ നമ്മൾ വരച്ചിട്ട ഫ്രണ്ട് വി നെക്കാണ്. വി നെക്കിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ഈ ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴിൻ്റെ ഭാഗം നമ്മൾ കുറച്ചൊന്ന് കുഴിച്ചു വെട്ടും. ഇതാ ഇവിടെ നമ്മളൊന്ന് എടുത്തു വെട്ടുവേ. ഇതുപോലെ നമ്മളൊന്ന് കൂടെ എടുത്തു വെട്ടിയേ. ഇതാ കൈക്കുഴി ഒന്ന് എടുത്തു വെട്ടിയിട്ടുണ്ട്. അപ്പം ഫ്രണ്ട് ഭാഗം റെഡിയായി. ഇനി ബാക്കിൽ നെക്ക് വെട്ടണം. ബാക്ക് നെക്കിന് നമ്മൾ കഴുത്തകലം 3 ഇഞ്ച് എടുത്തു. അത് ഇറക്കം നമുക്ക് 2.5 ഇഞ്ച് മതിയേ. 2.5 ഇഞ്ച് എടുത്തു. പിന്നെ നമ്മളൊരു ബോക്സ് പോലെ വരച്ചിട്ടിട്ട് നമ്മൾ കഴുത്ത് വെട്ടി കൊടുക്കുക. ഇതാ ഇങ്ങനെ. ഇനി ഈ കഴുത്ത് നമുക്ക് വെട്ടിയെടുക്കാം. ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് വെച്ച് നോക്കണം എത്ര വണ്ണം വേണമെന്നേ. സ്ലീവിൻ്റെ വണ്ണം ദാ ഇവിടെ വരെ മതി നമുക്ക്. ഇനി സ്ലീവിൻ്റെ ലെങ്ത് എടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സ്ലീവ് കട്ട് ചെയ്യുന്ന പഠിപ്പിച്ചു. 3/4 സ്ലീവാണ് പഠിപ്പിച്ചത്.
അപ്പം ചെറിയ സ്ലീവാണിത്. അപ്പം നമുക്ക് ഒരു 5.5 ഇഞ്ച് ലെങ്ത് നമുക്ക് മതി. പക്ഷേ 5.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മളിവിടെ മടക്കി തയ്ക്കാൻ കരഭാഗമാണ്, മടക്കി തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം 5.5 ഇഞ്ച് നമുക്ക് വേണം. അപ്പം ഞാൻ 1/2 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിട്ടു, 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടു. അപ്പം 6 ഇഞ്ച്. അല്ലെങ്കിൽ സ്ലീവ് ഇത്തിരി സ്ലീവ് 6 ഇഞ്ച് കിടക്കട്ടെ, 6 ഇഞ്ച്. ഇനി താഴത്തെ വണ്ണം, കൈയുടെ താഴത്തെ വണ്ണം നമുക്കൊരു 6 ഇഞ്ച് എടുക്കാം. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഇടാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി ഇതിനെ യോജിപ്പിക്കാം. ഇങ്ങനെ ഇതിനെ യോജിപ്പിച്ച് കൊടുക്കണം. ഇവിടെ കട്ട് ചെയ്ത് പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ 3.5 ഇഞ്ച് ഇങ്ങോട്ട് അളന്നിട്ടാണ് ഇവിടെ കട്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടുത്തെ ഭാഗം കട്ട് ചെയ്ത് പോയി. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്തു. അപ്പം ഇത്രയേ ഉള്ളൂ നൈറ്റി ഫ്രോക്ക്. നാളെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നാളെ ഞാൻ ഇടാം. ഇന്ന് ഈ നൈറ്റി ഫ്രോക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് നാളെ കാണാം.